ഹായ്, പാരൻസിനോടാണ്. നിങ്ങളുടെ കുട്ടിക്ക് ശ്രദ്ധക്കുറവുള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ? അതുപോലെ തന്നെ സിറ്റുവേഷനെക്കാട്ടും അമിതമായിട്ട് ആക്റ്റീവായ പോലെ തോന്നിയിട്ടുണ്ടോ? എങ്കിൽ നിങ്ങളുടെ കുട്ടിക്ക് ADHD ഉണ്ടോ ഇല്ലേ എന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. ADHD എന്നാൽ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. 3 കാര്യങ്ങളാണ് ഇതിൽ മെയിനായിട്ട് വരുന്നത്. ഒന്നാമത്തത് അറ്റൻഷൻ്റെ പ്രശ്നമായിരിക്കും. അതായത് ഒരു കാര്യത്തിൽ തന്നെ തുടർച്ചയായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല ഈ കുട്ടികൾക്ക്. അതുപോലെ തന്നെ എന്തെങ്കിലും നമ്മൾ ചെയ്യാൻ കൊടുക്കുകയാണെങ്കിൽ അതെന്ത് ചെയ്യുക, പൂർത്തിയാക്കാൻ പറ്റുന്നുണ്ടാവില്ല. നമ്മൾ എന്തെങ്കിലും പറയുകയാണെങ്കിൽ തന്നെ അത് മുഴുവനായിട്ട് കേൾക്കാതിരിക്കുക, ശ്രദ്ധിക്കാതിരിക്കുക, മനസ്സ് വേറെ എവിടെയോ ഉള്ള പോലെ റിപ്പീറ്റഡ്ലി കെയർലെസ് മിസ്റ്റേക്സ് ഉണ്ടാക്കുക. ഇതൊക്കെ ശ്രദ്ധക്കുറവിൽ വരുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ കുട്ടികളെ എടുക്കുകയാണെങ്കിൽ ഒരു ഗെയിം കളിക്കുകയാണെങ്കിൽ അവർക്ക് അത് പെട്ടെന്ന് മടുക്കും. എന്നിട്ട് അടുത്ത ഗെയിമിലേക്ക്, അടുത്ത ആക്ടിവിറ്റിയിലേക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇൻട്രസ്റ്റ് ഇല്ലാതെ അടുത്തടുത്ത ആക്ടിവിറ്റിയിലേക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് അറ്റൻഷനിൽ വരുന്നത്. അടുത്തതാണ് ഹൈപ്പർ ആക്ടിവിറ്റി. ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ കുട്ടി ഭയങ്കര റെസ്റ്റ്ലെസ് ആയിരിക്കും. കാമായി ഇരിക്കേണ്ട സ്ഥലങ്ങളിൽ ഓടിക്കളിക്കുക, ചാടിക്കളിക്കുക, ഉച്ചത്തിൽ സംസാരിക്കുക, ഇങ്ങനെയായിരിക്കും കുട്ടി ബിഹേവ് ചെയ്യുന്നുണ്ടാവുക. അതുപോലെ തന്നെ ഇരിക്കേണ്ട സമയത്ത് അടങ്ങിയിരിക്കില്ല, കാലിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കും, കൈകൊണ്ട് എന്തെങ്കിലും ആക്ഷൻസ് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ റിപ്പീറ്റഡ്ലി അവർ റെസ്റ്റ്ലെസ് ആയിട്ട് ബിഹേവ് ചെയ്തിട്ടുണ്ടാവും. ഇത്തരം കാര്യങ്ങളാണ് ഹൈപ്പർ ആക്ടിവിറ്റിയിൽ വരുന്നത്. മൂന്നാമത്തതാണ് ഇമ്പൾസിവിറ്റി. ഇമ്പൾസിവിറ്റി എന്ന് പറയുന്ന സമയത്ത് ചിന്തിക്കാതെ എടുത്തുചാടി ഓരോ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അവർ പറയുകയാണെങ്കിലും എന്തെങ്കിലും ചെയ്യുകയാണെങ്കിലും ഇങ്ങനെ ചിന്തിക്കാതെ ഓരോ കാര്യങ്ങൾ എടുത്തുചാടിയിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവുക. ഇത്രയും കാര്യങ്ങളാണ് ADHDയിൽ വരുന്നത്. പക്ഷേ ചെറിയ രീതിയിലുള്ള ശ്രദ്ധക്കുറവും ആക്ടിവിറ്റിയുടെ പ്രശ്നം ഒക്കെ നമുക്ക് പൊതുവിൽ എല്ലാ കുട്ടികളിലും കാണാൻ പറ്റും. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ ആ കുട്ടിയുടെ ദൈനംദിന കാര്യങ്ങളിലും സ്കൂളിലും ഒക്കെ ബാധിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ADHD ആയിട്ട് പറയുന്നത്. ആദ്യത്തെ 5 വയസ്സിൻ്റെ ഉള്ളിലാണ് ADHD സിംറ്റംസ് ഇങ്ങനെ കാണിച്ചു തുടങ്ങുന്നത്. പക്ഷേ അധികം നമുക്ക് കാണാൻ പറ്റുക ഈ കുട്ടികൾ സ്കൂളിൽ പോയി തുടങ്ങുമ്പോഴാണ്. സ്കൂൾ എന്ന് പറയുന്ന സമയത്ത് വീട്ടിനെക്കാട്ടിയും കുറേ ടാസ്കുകൾ റിപ്പീറ്റഡ്ലി ഇങ്ങനെ ചെയ്യുകയും ടൈം ലിമിറ്റിൻ്റെ ഉള്ളിൽ ചെയ്യുകയും കാമായിട്ട് കുറേ നേരം ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുക, അങ്ങനെയൊക്കെ കുറേ ആക്ടിവിറ്റീസ് വരുന്നത് കൊണ്ട് തന്നെ സ്കൂളിൽ പോയി തുടങ്ങുമ്പോഴാണ് നമുക്ക് ഈ കുട്ടികളിലുള്ള ഈ സിംറ്റംസ് നമുക്ക് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഇനി നമ്മൾ സ്കൂൾ പോകുന്ന കുട്ടികളെ എടുക്കുകയാണെങ്കിൽ അതിൽ 5.7% ആൾക്കാരിലും ADHD ഉണ്ടെന്നാണ് പറഞ്ഞു വരുന്നത്. അതുപോലെ തന്നെ കൂടുതലായിട്ട് ADHD കാണുന്നത് ആൺകുട്ടികളിലാണ് അക്കോർഡിംഗ് ടു മെനി സ്റ്റഡീസ്. ആൻഡ് ലോ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് ഉള്ള ആൾക്കാരിലാണ് കൂടുതലായിട്ട് ADHD കണ്ടുവരുന്നത്. അടുത്തത്, നിങ്ങളുടെ കുട്ടിക്ക് ADHD ഉണ്ട്, ഇനി എന്താ ചെയ്യേണ്ടത്? അത്തരം സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള ഒരു സൈക്കോളജിസ്റ്റിനെ, ഒരു ചൈൽഡ് സൈക്കോളജിസ്റ്റിനെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ADHD ഉള്ള കുട്ടികളിൽ മെയിനായിട്ട് ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതുവരെ പഠനത്തിന് നന്നായിട്ട് ബാധിക്കും എന്നുള്ളതാണ്. ഈ ഇമ്പൾസിവിറ്റി, എടുത്തുചാട്ടം ഉള്ളത് കൊണ്ട് തന്നെ പല പ്രശ്നങ്ങളിൽ പോയി ചാടാനും അതുപോലെ തന്നെ പല ചീത്ത കൂട്ടുകെട്ടിലേക്ക് പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇനി നിങ്ങൾക്ക് ADHDനെ കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബിലോ.